ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് വന്നത്. സ്റ്റിച്ചിങ് വേറെ ഒന്നും അല്ല കേട്ടോ, ഇന്ന് ഭയങ്കര ലോങ് വീഡിയോ ഒന്നും അല്ല. ഞാൻ ഒരു ക്രിസ്മസിന് വേണ്ടി എനിക്ക് ഒരു ഫോട്ടോഷൂട്ടല്ല, 2 ഫോട്ടോ എടുക്കാൻ വേണ്ടി എനിക്കൊരു ഡ്രസ്സ് വേണം. അപ്പോൾ ഞാൻ ആ ഡ്രസ്സ് തയ്ക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടി റെഡ് പാവാടയുണ്ട്. അപ്പം അതിന് വേണ്ടി ഒരു ഉടുപ്പ്, അതായത് ഷോളാണ്. അപ്പോൾ ഈ ഷോൾ വെച്ചിട്ട് തയ്ക്കാമെന്ന് വിചാരിച്ചു. ഒരു ഉടുപ്പ് വെള്ളയും റെഡും ആ ഒരു കോമ്പിനേഷൻ വരാൻ വേണ്ടി തയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതിന് വേണ്ടി ഞാൻ കട്ട് ചെയ്യാനിട്ടതാണ്. അപ്പോൾ നമുക്കിനി ഇത് ഉടുപ്പാക്കാം. എംബ്രോയ്ഡറി ചെയ്യണമെന്നൊക്കെയാണ് വിചാരിക്കുന്നത്. നടന്നു. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് അങ്ങനെ നമ്മളിതാ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും പിന്നെ ലൈനിങ് ഉണ്ട് കേട്ടോ. ലൈനിങ് ഒക്കെ വിട്ട് ലൈനിങ് ഒരു വെള്ളം ഉണ്ടാട്ടോ എടുത്തിരിക്കുന്നത്. അപ്പം ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഓക്കെ, അപ്പം ഗൈസ് നമ്മൾ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ കഴുത്ത് രണ്ട് ഫ്രണ്ടിൻ്റെ ബാക്കിൻ്റെയും കഴുത്ത് റെഡിയാക്കുക കേട്ടോ. ഫസ്റ്റ് അതാണ് ഞാൻ തയ്ക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു കഴുത്ത് സ്ക്വയർ കഴുത്തും ഒരെണ്ണം പുറകിലത്തെ റൗണ്ട് നെക്കുമാണ് ഉദ്ദേശിച്ചത് കേട്ടോ തയ്ക്കാൻ വേണ്ടി. അപ്പം ഞാൻ തയ്യൽ സ്റ്റാർട്ട് ചെയ്തു. ഈ തുണി വിചാരിച്ച പോലെയല്ല കേട്ടോ, അടങ്ങിയിരിക്കുന്ന ഒരു തുണിയല്ല, വേറൊരു ടൈപ്പ്, ഒരു ഷോളിൻ്റെ പീസല്ലേ, അപ്പോൾ വേറൊരു ടൈപ്പ് തുണിയാണ് കേട്ടോ. അപ്പോൾ അത് കുറച്ച് പാടായിരുന്നു. പിന്നെ ഇത് നമ്മളത് ആ ഫ്രണ്ട് കഴുത്തും ബാക്ക് കഴുത്തും തയ്ച്ചിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ടിലത്തത് സ്ക്വയർ കഴുത്തും ബാക്കിലത്തെ റൗണ്ട് നെക്കുമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അതുപോലൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ലൈനിങ് ജസ്റ്റ് ഒരു മുണ്ടിൻ്റെ ഒരു പീസാട്ടോ, മുണ്ടിൻ്റെ വൈറ്റ് തുണി ഉണ്ടല്ലോ, അതാണ് ഉപയോഗിച്ചത്. ഇനി നമ്മൾ 2 സൈഡ് ഞാൻ ജോയിൻ ചെയ്തു. ഇനി നമ്മൾ കൈ വെച്ചാൽ മതി, വേറെ ഒന്നുമില്ല കേട്ടോ. കൈയും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രസ്സ് കംപ്ലീറ്റ് ആവും. കൈയും കൂടെ വെച്ച് കഴിഞ്ഞാൽ ബാക്കി ഇതൊരു കുഞ്ഞു ഉടുപ്പല്ലേ, അപ്പം അതിനകത്ത് അത്രയും കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളത് കൈ വെക്കാൻ പോവാണ്. ഇനി ഞാൻ ഒരു കുഞ്ഞു കൈയാണ് വെക്കാമെന്ന്, ആദ്യം ഞാൻ 3/4 കൈയാണ് വെക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, കുഞ്ഞുടുപ്പല്ലേ, അപ്പം അതിന് വേണ്ടി ഒരു കുഞ്ഞു കൈയാണ് ഞാൻ വെക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മുടെ കൈയും കൂടെ തയ്ച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രസ്സ് ഫുള്ള് കംപ്ലീറ്റ് ആകും കേട്ടോ. അധികം സമയമൊന്നും എടുക്കത്തില്ല. ഒരു കുഞ്ഞുടുപ്പ് തയ്ക്കാൻ അത്ര ടൈമൊന്നുമില്ല, പെട്ടെന്ന് നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും. ഇനി തുണി ഒരു വല്ലാത്ത തുണിയാട്ടോ, പോളിസ്റ്റർ ഒന്നും അല്ല, വേറൊരു ടൈപ്പ് തുണി. അത് തയ്ക്കുമ്പോൾ ഇങ്ങനെ സത്യം പറഞ്ഞാൽ അത് കറക്റ്റ് ഇരിക്കത്തില്ല. നമ്മൾ പിടിച്ച് അങ്ങനത്തെ ഒരു സമയം പോയേ ഉള്ളൂ, അല്ലാതെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പെട്ടെന്ന് നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും. ക്രിസ്മസിന് ഞാൻ ആദ്യം വിചാരിച്ചത് ഒരു റെഡ് ഉടുപ്പ് എല്ലാം ഇടാമെന്ന്. അപ്പോൾ എനിക്കൊരു പാവാടയുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിന് വേണ്ടി ഒരു ഉടുപ്പ് തയ്ക്കാമെന്ന്. അങ്ങനെയാണ് ഞാൻ ഈ ഉടുപ്പിലോട്ട് വന്നത് കേട്ടോ. എൻ്റെ ഷോൾ വെട്ടി തയ്ക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഗൈസ് നമ്മുടെ ഉടുപ്പ് കംപ്ലീറ്റ് ആയി കേട്ടോ. ഞാൻ ഫുള്ള് തയ്ച്ചിട്ടുണ്ട്. പിന്നെ ഷേപ്പിൻ്റെ ഒരു ചെറിയ വ്യത്യാസം വന്നപ്പോഴത്തേക്കും ഞാൻ ഫ്രണ്ടിൽ 2 ടക്കൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഉടുപ്പ്. ഇനി നമുക്ക് ഇതിനകത്ത് ചെയ്യേണ്ടത് എംബ്രോയ്ഡറി ചെയ്യണം. അപ്പോൾ ഞാൻ എംബ്രോയ്ഡറി ആദ്യം ഞാൻ കുറച്ച് ഹെവി ആയിട്ട് ചെയ്യാനാണ് വിചാരിച്ചത്. പിന്നെ ഞാൻ ജസ്റ്റ് ഇന്നൊരു ദിവസം ഈ ക്രിസ്മസിന് ഇടാൻ വേണ്ടി മാത്രമാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഹെവി വേണ്ട, ഒരു കുഞ്ഞു പൂക്കൾ എംബ്രോയ്ഡറി ചെയ്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു. ശരിക്കും എനിക്ക് എംബ്രോയ്ഡറി ഞാൻ പഠിച്ചിട്ടില്ല, തയ്യലും ഞാൻ പഠിച്ചില്ല. ഇങ്ങനെ വീഡിയോ കണ്ട് ചെയ്ത് നോക്കിയാണ് ശരിക്കും ഇപ്പോൾ കുറച്ചൊക്കെ അറിയാം എംബ്രോയ്ഡറി. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ സംഭവങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. നെക്കിൽ മാത്രം എംബ്രോയ്ഡറി വെക്കാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് ഞാൻ കയ്യിലും പിന്നെ ഈ ഉടുപ്പിൻ്റെ താഴെയും കൂടെ വെക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ കുഞ്ഞി കൈയാണ്, അപ്പോൾ അതിനകത്ത് വെച്ചാൽ വൃത്തികേടാ ശരിക്കും. അപ്പോൾ താഴെയും കൂടെ ഉടുപ്പിൻ്റെ താഴെ വെക്കുമ്പോഴും ഒരു ഭംഗിയില്ലായ്മ. അപ്പോൾ ഞാൻ വിചാരിച്ചു കഴുത്തിൽ മാത്രം വെച്ച് കഴിഞ്ഞാൽ ഓവർ ആവത്തുമില്ല, ഒരു ക്ലാസ് ലുക്കൊക്കെ തോന്നും. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ കഴുത്തിൽ മാത്രം വെക്കാം. അതുകൊണ്ട് ഞാൻ കഴുത്തിൽ മാത്രം എംബ്രോയ്ഡറി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ കഴുത്തിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇപ്പം കഴുത്ത് ഫുള്ളൊന്ന് കംപ്ലീറ്റ് ആക്കണം. അപ്പം നമ്മുടെ കഴുത്തിൽ ഇതുപോലെ ഫുള്ളൊന്ന് റെഡിയാക്കണം കേട്ടോ. ആ നെക്ക് ഫുള്ളൊന്ന് കവർ ചെയ്യണം. അപ്പം നമ്മളിതേ ഡ്രസ്സ് എംബ്രോയ്ഡറി ചെയ്തിട്ടുണ്ട്. എംബ്രോയ്ഡറി ഞാൻ ഒരുപാട് ഹെവി ആക്കിയിട്ടില്ല കേട്ടോ. ഒരു കുഞ്ഞു പൂ പോലത്തെ സംഭവം കഴുത്തിൽ മാത്രം ചെയ്തു കേട്ടോ. അല്ലാതെ ഇങ്ങനെ തുടുപ്പാണ്ട് ഇവിടെ ബോർഡർ ചെയ്യണമെന്ന് തോന്നി. ബോർഡറിൽ ഓൾറെഡി ഒരു ഇതുണ്ട് കേട്ടോ, ഒരു ലൈൻ പോലത്തെ സംഭവമുണ്ട്. സോ ഇതാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ ലാസ്റ്റ് ലുക്ക് കേട്ടോ. ഇങ്ങനെയുണ്ട്. അപ്പോൾ ഇത് അതിൻ്റെ പാവാട, റെഡ് പാവാട. അപ്പോൾ രണ്ടും കൂടെ പെയർ ചെയ്ത് ഇട്ട് കാണിച്ചു തരാം കേട്ടോ, അപ്പോഴേ ഇതിൻ്റെ ഭംഗി അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ ലാസ്റ്റ് ലുക്ക് കേട്ടോ. ഞാൻ ഒരു കുഞ്ഞു കൈയൊക്കെ, ഞാൻ 3/4 കൈയായിരുന്നെങ്കിൽ അതിൻ്റെ അറ്റത്ത് ഇതുപോലെ സംഭവം ചെയ്യാമായിരുന്നു. പക്ഷേ 3/4 അല്ല, കുഞ്ഞു കൈയാണ് വെച്ചത്. എനിക്ക് കുഞ്ഞു കൈ മതിയെന്ന് തോന്നി. അതുകൊണ്ട് അതിൻ്റെ അറ്റത്ത് രണ്ടിടത്തും ഇങ്ങനത്തെ ഒരു സിൽവർ കോട്ടിങ് പോലത്തെ സിൽവർ കട്ടിയുള്ളൊരു ബോർഡർ വരുന്നുണ്ട്, ചെറിയൊരു ബോർഡർ താഴെ അത് വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ ഒന്നും ചെയ്തില്ല, ജസ്റ്റ് കഴുത്തിൽ കുഞ്ഞൊരു എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ലുക്ക്. ഇനി ഞാൻ ഇട്ട് കാണിച്ചു തരാം കേട്ടോ, അപ്പോൾ കുറച്ചും കൂടെ ഭംഗി അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഗൈസ് ഞാൻ ഇട്ട് കാണിച്ചു തരാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ. എങ്ങനെ ഉണ്ടെന്ന് പറയണം. അപ്പോൾ എനിക്ക് പക്ഷേ ഒരുപാട് ഇഷ്ടം, എനിക്ക് ഈ വെള്ളയും റെഡ് കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് ഞാൻ പാവാടയോടെ പെയർ ചെയ്തിട്ടേക്കാം കേട്ടോ. അപ്പം ഇതാണ് എൻ്റെ ഒരു കുട്ടി ഉടുപ്പ്.
അപ്പോൾ ഇത് ഞാൻ ക്രിസ്മസിന് വേണ്ടി ചുമ്മാ തൊപ്പിയൊക്കെ ഇട്ടെടുത്ത ഫോട്ടോസാണ്. അപ്പം ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ, ബൈ.